ചോദ്യം: ആക്സിഡന്റിൽ മരണപ്പെട്ട ഒരാളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് ആശുപത്രിയിൽ നിന്ന് വെള്ളമൊഴിച്ചിട്ടുണ്ട്. ഇനി വീട്ടിൽ കൊണ്ടുവന്ന് കുളിപ്പിക്കേണ്ടതുണ്ടോ? ഇത്തരം മയ്യത്തുകളെ തയമ്മും ചെയ്യേണ്ടതുണ്ടോ? ഉത്തരം: ആശുപത്രിയിലെ വെള്ളമൊഴിക്കൽ ഇസ്ലാം നിർദ്ദേശിച്ച പ്രകാരം ആകണമെന്നില്ല. അതുകൊണ്ട് വീണ്ടും കുളിപ്പിക്കേണ്ടതാണ്. ശരീരത്തിലെ എല്ലാ ഭാഗത്തും വെള്ളം ചേരണം. ഇല്ലെങ്കിൽ തയമ്മും വേണ്ടിവരും. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ശരീരത്തിലെ പുറംഭാഗങ്ങളിൽ ചിലത് തന്നെ അകത്താക്കി തുന്നുന്നതുകൊണ്ടും മറ്റും അവയിൽ നനവ് എത്തുകയില്ലല്ലോ. ഇവയ്ക്കു വേണ്ടി തയമ്മും ചെയ്യേണ്ടതാണ്. ഇന്ന് പല ആശുപത്രികളിലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ഇസ്ലാമിക നിയമമനുസരിച്ച് കുളിപ്പിക്കാനും തയമ്മും ചെയ്യാനും പ്രത്യേക ആളുകളുണ്ടാവും. അവർ അതെല്ലാം ചെയ്തതിന് ശേഷമാണ് മയ്യത്ത് നാട്ടിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇനി നിസ്കരിച്ചാൽ മതി. ചോദ്യം: പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബാക്കി കിട്ടിയതിനെ കുളിപ്പിക്കുകയും മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്യേണ്ടതുണ്ടോ? ഉത്തരം: പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബാക്കി കിട്ടിയതിനെ കുളിപ്പിക്കുകയും അതിന്മേൽ മയ്യത്ത് നിസ്കാരം നിർവഹിക്കുകയും വേണം. ചോദ്യം: വലിയ അശുദ്ധിയുള്ളതോടെ ഒരാൾ മരണപ്പെട്ടാൽ അയാളെ കുളിപ്പിക്കുമ്പോൾ പ്രത്യേകം നിയത്ത് വെക്കേണ്ടതുണ്ടോ? ഉത്തരം: പ്രത്യേകം കരുത്തിന്റെ ആവശ്യമില്ല. ഒരു കുളി തന്നെ എല്ലാ അശുദ്ധിക്കും പരിഹാരമാകുന്നതാണ്. ചോദ്യം: കുളിപ്പിച്ചതിന് ശേഷം മയ്യത്തിൽ നിന്ന് വല്ല നജസും പുറത്തു വന്നാൽ എന്ത് ചെയ്യും? വീണ്ടും കുളിപ്പിക്കേണ്ടതുണ്ടോ? ഉളൂ ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ? ഉത്തരം: കുളി പൂർത്തിയായതിനു ശേഷം മയ്യത്തിൽ നിന്ന് വല്ല നജസും പുറത്തു വന്നാൽ അത് കഴുകി ശുദ്ധിയാക്കിയാൽ മതി. കുളിയും ഉളുവും മടക്കേണ്ടതില്ല. ചോദ്യം: മയ്യത്ത് കുളിപ്പിക്കുന്നത് മുസ്ലിം തന്നെയാവണമെന്നുണ്ടോ? ഈയിടെ ഞാനൊരു പുസ്തകം വായിച്ചു. അതിൽ മയ്യത്ത് കുളിപ്പിക്കുന്നത് മുസ്ലിം ആവണമെന്നില്ല, അമുസ്ലിമായാലും മതി, കൂടാതെ കുട്ടികൾക്കോ ഭ്രാന്തന്മാർക്കോ കുളിപ്പിക്കാം എന്ന് എഴുതി കണ്ടു. ഇത് ശരിയാണോ? ഒന്ന് വിശദീകരിക്കാമോ? ഉത്തരം: ശരിയാണ്. എന്നാലും മുസ്ലിങ്ങളായ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് മയ്യത്ത് കുളിപ്പിക്കാൻ ഏറ്റവും നല്ലത്. മരിച്ചത് പുരുഷനാണെങ്കിൽ അയാളുടെ പിതാവ്, പിതാമഹൻ, പുത്രൻ, പൗത്രൻ, മാതാപിതാവൊത്ത സഹോദരൻ, പിതാവ് മാത്രമൊത്ത സഹോദരൻ, ഇവരുടെ പുത്രന്മാർ, പിതൃവ്യൻ, പിതൃവ്യപുത്രൻ എന്നിവരാണ് യഥാക്രമം കുളിപ്പിക്കേണ്ടത്. ആദ്യം പറഞ്ഞ ആളുടെ അഭാവത്തിൽ അടുത്ത ആൾ കുളിപ്പിക്കണമെന്ന് താൽപ്പര്യം. ഈ പറയപ്പെട്ടവരില്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട മറ്റു പുരുഷന്മാരാണ് കുളിപ്പിക്കേണ്ടത്. ഇനി ബന്ധുക്കൾ ആരുമില്ലാതെ വരികയോ ഉള്ളവർ അതിന് പ്രാപ്തരാവാതിരിക്കുകയോ ചെയ്യുന്ന പക്ഷം അന്യപുരുഷന്മാർക്കാണ് ഏറ്റവും അർഹത. പുരുഷന്മാരെ കഴിച്ചാൽ പിന്നീട് അവൻ്റെ ഭാര്യക്കാണ് ഏറ്റവും അടുത്ത സ്ഥാനം. പിന്നീട് അവന് വിവാഹം കഴിക്കൽ ഹറാമായ സ്ത്രീകൾക്കാണ്. സ്ത്രീയായ മയ്യത്തിനെ കുളിപ്പിക്കുന്നതിന് ഏറ്റവും അർഹത പുരുഷനായി സങ്കല്പിച്ചാൽ രക്തബന്ധം കാരണമായി വിവാഹബന്ധം ഹറാമാകുന്ന സ്ത്രീകൾ, പിന്നീട് മയ്യത്തുമായി കുടുംബബന്ധമുള്ള മറ്റു സ്ത്രീകൾ, പിന്നീട് അന്യ സ്ത്രീകൾ എന്നീ ക്രമത്തിലാണ്. സ്ത്രീകളെ കഴിച്ചാൽ ഏറ്റവും അർഹത അവളുടെ ഭർത്താവിനാണ്. പിന്നീട് അവളുമായി വിവാഹബന്ധം ഹറാമായ പുരുഷന്മാർക്കാണ്. മേൽപ്പറയപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഏറ്റവും അടുത്തവരെ മുന്തിക്കേണ്ടതാണ്. ചോദ്യം: മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നിയത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഉത്തരം: മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നിയത്ത് ചെയ്യൽ നിർബന്ധമില്ല, സുന്നത്ത് മാത്രമേ ഉള്ളൂ. ഈ മയ്യത്തിനെ കുളിപ്പിക്കുന്നു എന്നോ ഈ മയ്യത്തിൻ്റെ മേൽ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്നോ ആണ് നിയത്ത് ചെയ്യേണ്ടത്. ചോദ്യം: മയ്യത്തിൻ്റെ നഖവും മുടിയും നീക്കുന്നതിൻ്റെ വിധി എന്താണ്? ഉത്തരം: അത് കറാഹത്താണ്. ചോദ്യം: പുരുഷന്റെ മയ്യത്തിന് അന്യ സ്ത്രീയോ സ്ത്രീയുടെ മയ്യത്തിന് അന്യപുരുഷനോ തൊട്ടാൽ മയ്യത്തിൻ്റെ ഉളു മുറിയുമോ? ഉത്തരം: മയ്യത്തിൻ്റെ ഉളു മുറിയില്ല. അതുപോലെ കുളിപ്പിച്ച ശേഷം മയ്യത്തിൽ നിന്നും നജസല്ലാത്ത ഇന്ദ്രിയം പുറപ്പെട്ടാൽ അത് നീക്കലോ കുളിപ്പിക്കലോ ഉളു എടുപ്പിക്കലോ ഒന്നും തന്നെ നിർബന്ധമില്ല. മയ്യത്തിനെ സംയോഗം ചെയ്യുകയോ മയ്യത്തിൻ്റെ മലമൂത്രദ്വാരങ്ങളിലൂടെ വല്ലതും പുറപ്പെട്ടാലോ മയ്യത്തിൻ്റെ ഉളു മുറിയുകയോ കുളി നിർബന്ധമാവുകയോ ചെയ്യില്ല. ചോദ്യം: മുസ്ലിം പുരുഷന്റെ മയ്യത്തിനടുത്ത് ഒരമുസ്ലിം പുരുഷനും അന്യ സ്ത്രീയും മാത്രമാണുള്ളതെങ്കിൽ പ്രസ്തുത മയ്യത്ത് ആര് കുളിപ്പിക്കണം? ഉത്തരം: അമുസ്ലിം പുരുഷൻ കുളിപ്പിക്കണം. ചോദ്യം: മയ്യത്തിൻ്റെ നഖം, മുടി, താടി, മീശ എന്നിവ നീക്കുന്നതിൻ്റെ വിധി. ഉത്തരം: ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാമിലുള്ള മയ്യത്താണെങ്കിൽ ഇവ നീക്കൽ ഹറാമാണ്. മറ്റുള്ള മയ്യത്തിൻ്റേത് നീക്കൽ കറാഹത്താണ്. എന്നാൽ രോമം ഒട്ടിപ്പിടിച്ചതുകൊണ്ട് നീക്കിയാലല്ലാതെ കുളിപ്പിക്കാൻ കഴിയുകയില്ലെന്ന് കണ്ടാൽ ഇവ നീക്കൽ നിർബന്ധമാണ്. അതുപോലെ മുറിക്കാത്ത നഖത്തിനടിയിലേക്ക് വെള്ളം ചേരുകയില്ലെന്നും കണ്ടാൽ നഖം മുറിക്കൽ നിർബന്ധമാണ്. ചോദ്യം: ഒരു വീട്ടിൽ താമസിക്കുന്ന മുസ്ലിമിൻ്റെയും അമുസ്ലിമിൻ്റെയും ജഡങ്ങൾ വീട്ടിൽ തീപിടിച്ച കാരണത്താൽ തിരിച്ചറിയാതെ വന്നാൽ എന്തു ചെയ്യണം?
ഉത്തരം: ഇങ്ങനെ തിരിച്ചറിയാതെ വന്നാൽ എല്ലാവരെയും കുളിപ്പിക്കുകയും എല്ലാവരുടെയും പേരിൽ നിസ്കരിക്കുകയും നിർബന്ധമാണ്. നിസ്കരിക്കുമ്പോൾ എല്ലാവരുടെയും പേരിൽ ഒറ്റ മയ്യത്ത് നിസ്കാരം നടത്താം. ഇങ്ങനെയാകുമ്പോൾ മൂന്നാം തക്ബീറിൻ്റെ ശേഷം മയ്യത്തിൻ്റെ മേലുള്ള ദുആയിൽ അല്ലാഹുമ്മ ഗ്ഫിർലിൽ മുസ്ലിമി മിൻഹും എന്നാണ് ചൊല്ലേണ്ടത്. അതേസമയം ഓരോരുത്തരുടെയും പേരിൽ ഈ മയ്യത്ത് മുസ്ലിമാണെങ്കിൽ ഞാൻ അവൻ്റെ പേരിൽ നിസ്കരിക്കുന്നു എന്ന നിയത്തോടെയും അവൻ്റെ പേരിൽ നിസ്കരിക്കാം. ഈ രൂപത്തിൽ മൂന്നാം തക്ബീറിന് ശേഷമുള്ള ദുആയിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു ഇൻ കാന മുസ്ലിമീൻ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ചോദ്യം: സംസം വെള്ളം കൊണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്നതിൻ്റെ വിധി. ഉത്തരം: സംസം വെള്ളം കൊണ്ട് കുളിപ്പിക്കാതിരിക്കൽ സുന്നത്താണ്. സംസം വെള്ളം കൊണ്ട് മയ്യത്ത് കുളിപ്പിക്കൽ സുന്നത്തിനെതിരെന്ന് സാരം.